മുത്തു നോക്കിയും കണ്ടൊക്കെ ചെയ്തൂടെ? വന്നാ. അന്നപൂർണേശ്വരി തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇവിടെ നേർച്ചയിടേണ്ടി വരുമോ? അങ്ങോട്ട് ഇരിക്കെ. ഇതെന്താ വീടിനകത്ത് പശുത്തൊഴുത്ത്? ഗോക്കൾ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. ഓ, ഗോപരിചരണം ഇവിടുത്തെ ആചാരമാണ്. ഓ, പക്ഷെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എവര് തുണി കൊടുക്കും, കന്നുകാലികൾ തുണി കൊടുക്കൂല. Sir, when can we see the documents? ഹലോ, എന്തോന്ന് എവരോടൊന്ന് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ABCD അറിഞ്ഞുകൂടാത്ത ടീമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അതായത് ബോംബെയിലൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ഗുണ്ടകളുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ സാധാരണ 5% കമ്മീഷനാണ് കൊടുക്കാറ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം മര്യാദയ്ക്ക് സഹകരിച്ച 10% കമ്മീഷൻ. എന്തു പറയുന്നു? ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ, ഭക്ഷണം കഴിച്ചിട്ടാവാം ബിസിനസ്. ഇവിടെ നോണൊന്നും ഇല്ലേ? ഞങ്ങള് വെജിറ്റേറിയൻ ഫാമിലിയാ. എന്തോന്ന് വെജിറ്റേറിയൻ? ഒരു പശുവിനെ തലക്കടിച്ച് ഒന്ന് കറി വെച്ചൂടെ? ഇതെന്തോന്ന്? ചീരച്ചട്നിയാ. കളർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചാണകമാണെന്ന്. അയ്യോ, ഹലോ, കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചേ. ആ, അതെ അതെ. എടാ, ഡീലൊക്കെ കഴിഞ്ഞു. ഇറ്റ്സ് സിമ്പിൾ. ഞാൻ വരുന്നു, കാര്യങ്ങൾ ഓക്കെ ആക്കുന്നു. ഇനി ടൗല് പ്രത്യേകം ആ, അതൊന്നും ഒരു കുഴപ്പമില്ലടാ. ആ ആ, ഓക്കെ ഓക്കെ. വയസ്സാം കാലത്ത് അങ്ങനെ ഒറ്റയ്ക്കങ്ങ് സൂയിക്കാണ് കള്ളേ. കല്യാണമൊന്നും കഴിക്കണില്ലേ? ഇല്ല, അകത്തെ സെറ്റപ്പ് പോലെ വേറെ വല്ലതൊക്കെ ഉണ്ടോ? കൊച്ചു കള്ളം ഒന്നും വിടാതെ നടക്കണേ. സൽക്കാരത്തിൽ ഞങ്ങൾ അതിഥി ദേവോ ഭവ എന്ന മര്യാദ പാലിക്കുന്നവര്. പക്ഷേ എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. അകത്തിട്ട് കൊല്ലേണ്ടതായിരുന്നു അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന തറവാടേത്. അവിടെ രക്തം വീണ അന്നപൂർണേശ്വരി രുദ്രകാളിയായി പാവം മാറും. അതുകൊണ്ട് ചന്ദ്രസിംഹ, ഞങ്ങളിവിടെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടൂടെ നിനക്ക്? അവനെ തൂക്കിയെടുത്ത് അപ്പുറത്തെ ബലിക്കല്ലി കിടത്തി വെട്ടി നുറുക്ക്. പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടലില്ലാത്തതുകൊണ്ട് അൽവയും തൈരുസാദവും വെച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വണ്ടി കയറിയാട്ടെ. ഈ മണ്ണിൽ 10 അടി കുഴിച്ച ഗ്രാനൈറ്റ് ഉണ്ടെന്നറിയാത്ത മണ്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ വലിയ വലിയ കമ്പനികൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ
ഈ ഗ്രാമത്തിലെ പാവങ്ങൾക്ക് തൊഴിൽ കിട്ടുമല്ലോ എന്ന് ഓർത്താ ഞാനിതിന് കൂട്ടുനിന്നത്. ചെല്ല്. ये भैया बाकी ले लो। अरे भाई साहब, ये साइकिल पार्क करने के लिए कितना पैसा चाहिए? 1 घंटे के लिए 3 रुपए, 1 दिन में 50 रुपया, 500 रुपया 1 महीने के लिए। ये भाई साहब, ये साइकिल बेचा तो इतना पैसा नहीं मिलेगा। ये तेरी जंग भरी चीज कौन खरीदेगा भाई? ഓടാ മൊട്ടെ തുരുമ്പ് നിന്റെ മൊട്ട തലക്കാടാ. ये अशोक इधर आ। क्या जमाना आ ഇവനിപ്പോ गया। എന്താ ചെയ്യാ? कहाँ से लोग आ जाते തിരിച്ചു വീട്ടിൽ കൊണ്ടുവയ്ക്കാന്ന് വെച്ചാൽ ട്രെയിൻ भाइयों മിസ്സാവും. बहनों को आप लोगों की मदद की सख्त जरूरत है। സംസാരം കേട്ടിട്ട് മലയാളി അച്ഛനാന്ന് തോന്നുന്നു. बर्तन को और कोई भी चीज है ദുരിതാശ്വാസ पीड़ित लोगों को मदद कर। आप ഈ लोगों കുഞ്ഞാടിനെ ആ അച്ഛനെ ഡേയ്, ഏൽപ്പിക്കാം. നീ എന്നെ ദാനം കൊടുക്കാൻ പോവേണ? पुण्य कमाओ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ മലയാളി തന്നെയാണല്ലേ. ഒരു സൈക്കിള് എന്റെ പേരിലെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടാൽ എന്നെക്കാളും മൂത്തതാണെങ്കിലും എപ്പോഴും സ്ട്രോങ് ആ. വെറുതെ തലക്കിട്ട് അടിക്കലടാ പുല്ല്. എന്റെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു തിരുവനന്തപുരത്തുകാരൻ വീട് മാറിപ്പോയപ്പോ എനിക്ക് തന്നിട്ട് പോയതാ. ബെല്ല് കേട്ടോ? ഇവന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ ഇവൻ പറഞ്ഞേനെ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും നീ കേട്ടില്ലേടേ? ഇവനെ പിരിയാൻ മനസ്സുണ്ടായിട്ടല്ല, എൻ്റെ ഒരു അവസ്ഥ കൊണ്ടാ. മാത്രമല്ല, ഞാൻ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ കാറിൽ മോട്ടോർസൈക്കിളൊക്കെ നടത്തും. പിന്നെ ഈ തുരുമ്പോട്ട് ഒരു കാര്യമില്ല. എടാ തെണ്ടി. അതുകൊണ്ട് അച്ഛനിത് എടുത്തു. അമ്മച്ചി. സൂക്ഷിച്ച്. എടാ ഇത്രയും കാലം നിന്നെ ഞാൻ ചുമന്നോണ്ട് ഓടിയതാണ്. ആ എന്നെ നീ ഉപേക്ഷിച്ച് പോണല്ലേ? നീ കണ്ടോ, എന്നെ കൊണ്ട് നിനക്ക് ആവശ്യം വരും. കേട്ടടാ തെണ്ടി, അത് ഗ്യാരണ്ടി. എന്തൊരു തിരക്ക. ഫയർ മലയാളി തന്നെ. ഹലോ ഹലോ, ഞാനിപ്പോ ട്രെയിനിലാണ്. ഇത് ആരാണിപ്പോ വിളിക്കുന്നത്? ഞാനാണ് വിളിക്കുന്നത്. അത് ശരി, ഇത്ര അടുത്ത് നിന്നാണ് താൻ ഫോണിൽ വിളിച്ച് സംസാരിക്കണത്. ഞാൻ ഫോണിലല്ല, നേരിട്ടാണ് ഹലോ എന്ന് ഓ, വിളിച്ചത്. എന്താ കാര്യം? എന്താ? ഇതെന്റെ സീറ്റാണ്. വീട്ടിൽ നിന്ന് കൊണ്ടെന്നാ? ഇത് എന്റെ പേരിൽ ബുക്ക് ചെയ്ത സീറ്റാണ്. ഓഹോ. എന്തെങ്കിലും കാണാണ്ട് അല്ല, പോയല്ല. ഈ സീറ്റിൽ എവിടെയാണ് തന്റെ പേര് എഴുതി വെച്ചങ്ങനെ നോക്കിയതാ? അതെ ശരി. എന്റെ പേരെഴുതിയ ചാർട്ട് പുറത്തിരിപ്പുണ്ട്. പുറത്തിരുന്നോന്ന്. ആണോ? അയ്യോ, എടോ, പുറത്ത് വാ. മര്യാദ തന്നെ. എടോ, ബെൽറ്റ് ഇട്ടിരിക്കണ 5-6 വർഷമായിട്ട്. അയ്യോ.